ഞാൻ ആയിരിക്കുന്ന എൻ്റെ വാർഡ് മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്ത്, അതായത് എറണാകുളം ജില്ലയിൽ മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിൽ എൻ്റെ വാർഡ് 17ആണ്. മുൻപ് 16-ാം വാർഡായിരുന്നു, ഇപ്പോൾ 17ആണ് വാർഡ്. ഈ 17-ാം വാർഡിനെ, അല്ലെങ്കിൽ മുൻപിലത്തെ 16, ഇപ്പോഴത്തെ 16-ാം വാർഡിനെ സംബന്ധിച്ച് വളരെ പ്രത്യേകതകളുണ്ട്. ഞാൻ ഏകദേശം 25 വർഷക്കാലമായിട്ട് ഈ പഞ്ചായത്തിൽ ഇതേ വാർഡിൽ തന്നെയാണ് താമസിച്ചു വരുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ബോധ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വാർഡിനെ സംബന്ധിച്ച് ഒന്ന് പറയുക എന്ന് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഒന്നാമത്, ഞങ്ങളുടെ ഈ വാർഡിരിക്കുന്ന മേഖലയിൽ 99% 99% ആളുകളും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണ്. ഓക്കെ, രണ്ടാമത് വരുന്നത് ബഹുഭൂരിപക്ഷവും കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരും പൂർവികർ കോൺഗ്രസ്സുകാരായിരുന്നത് കൊണ്ട് ഇപ്പോഴും കോൺഗ്രസ്സുകാരായി തുടരുന്നവരുമാണ്. ഓക്കെ, അപ്പം കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് നമ്മളുടെ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് UDFൻ്റെ മുന്നണിയിലുള്ള ഭരണ സംവിധാനമാണ്. അതിൻ്റെ തകർച്ച പഞ്ചായത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് എൻ്റെ വാർഡിൽ, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന 17-ാം വാർഡിൽ, മുൻപ് 16 എന്ന് അറിയപ്പെട്ടിരുന്ന ഇപ്പോൾ 17-ാം വാർഡിൽ അതിൻ്റെ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് കാണാം, വികസന മുരടിപ്പും അഴിമതിയും അങ്ങേയറ്റം നിലനിൽക്കുന്ന ഒരു വാർഡാണ്. ഈ വാർഡിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ കൈപ്പത്തിയിൽ മത്സരിച്ചാൽ മതി, ആ വ്യക്തിയെയോ ആ വ്യക്തിയുടെ കഴിവുകളെയോ ആ വ്യക്തിയുടെ മറ്റ് നിലപാടുകളെയോ ഒന്നും പരിഗണിക്കാതെ തുടർച്ചയായി പരമ്പരാഗതമായിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ മാത്രം, അത് വ്യക്തിയെ നോക്കിയിട്ടല്ല, കൈപ്പത്തി ചിഹ്നം കണ്ടാൽ വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഞാൻ ആയിരിക്കുന്ന ഈ വാർഡിലെ 17-ാം വാർഡിലെ അംഗങ്ങൾ ചെയ്തു വരുന്നത്. അപ്പോൾ ഈ പ്രവണത പല രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, പലരോടും പല വേദിയിലും വെച്ച് സംസാരിക്കാൻ ഇടയായിട്ടുണ്ട്. പക്ഷേ വീണ്ടും തുടർന്നും ഈ നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചു പോരുന്നത്. അപ്പോൾ ഇതിൻ്റെ അപകടം എന്തെന്നാൽ, നിലവിൽ ഞാൻ കണ്ടുവരുന്ന കാര്യങ്ങൾ, ഒന്ന്, ഇവിടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതെല്ലാം ഒരു ലിസ്റ്റ് പ്രിപ്പയർഡാണ്. ആ ലിസ്റ്റ് അനുസരിച്ച് എനിക്ക് തോന്നുന്നത് അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ് ആ ലിസ്റ്റ്. അപ്പോൾ ആ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി തന്നെയാണ് നിലവിൽ ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരുടെ. ആ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. ഇനി ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള ഒരു ഉദാഹരണം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഇവിടെ നമ്മളുടെ നാട്ടിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് മോട്ടോർ സൈക്കിൾ അനുവദിക്കുകയുണ്ടായി. അപ്പം 2 മോട്ടോർ സൈക്കിള് ഒരേ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അത് മുൻപ് ഇവിടെ മത്സരിച്ച് ജയിച്ച വാർഡ് മെമ്പറായ, നിലവിൽ മത്സരിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് സ്വയം ഒരു സ്കൂട്ടർ അദ്ദേഹത്തിൻ്റെ പേരിലാക്കുകയും, ഇനി രണ്ടാമതൊന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം ആയ അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ അനിയന്, ഞാൻ പേരുകളൊന്നും മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനാണ്. അതൊന്നും ശരിയായ നിലപാടല്ല. ഈ നിലപാടടക്കം ഇവിടെ വികസന മുരടിപ്പിൻ്റെ എല്ലാ നിലപാടുകളും ഞാൻ പല ഘട്ടങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അപ്പോഴൊക്കെ ഒന്നുകിൽ എന്നെ പുച്ഛിക്കുകയോ അല്ലെങ്കിൽ എന്നെ ഭ്രാന്തനെന്ന് മുദ്ര കുത്തുകയോ അല്ലെങ്കിൽ എന്നെ അവഗണിക്കുകയോ ചെയ്ത് കളഞ്ഞതാണ് പലരും പല വേദികളിൽ. ആയതിനാൽ എൻ്റെ രാഷ്ട്രീയ നിലപാട് LDFനെ മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്തിൽ LDFനെ അധികാരത്തിലേറ്റണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ നിലപാട്. എൻ്റെ രാഷ്ട്രീയ നിലപാട് ഞാൻ ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള പാർട്ടി നേതൃത്വങ്ങളെ അറിയിക്കുകയുണ്ടായി. അവരത് അവഗണിക്കുകയുണ്ടായി. ആ അവഗണനയിൽ നിന്ന് മാത്രമല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഞാൻ പറയുന്ന അഭിപ്രായങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്. ആയതിനാൽ എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടിട്ട് മാത്രം അതിനെ വിലയിരുത്തുക. 17-ാം വാർഡിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന ഇതുവരെ വന്ന വികസന മുരടിപ്പും സ്വജനപക്ഷപാതവും ഇതൊഴിവാക്കുന്നതിന് ഇപ്രാവശ്യം LDFൻ്റെ കാൻഡിഡേറ്റായ
ഷീജ ഷാജി. IV ഷാജിയുടെ ഭാര്യയാണ് ഷീജ ഷാജി. അദ്ദേഹം ഹരിതകർമ്മ സേനയിലെ അംഗമാണ്. വീടാന്തരം പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്തൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം മത്സരിക്കുന്നത് KB ഗണേഷ് കുമാറിൻ്റെ സീറ്റിലാണ് മത്സരിക്കുന്നത്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തും നല്ല സജീവ പ്രവർത്തനവുമായ മനോജ് നാൽപ്പാടനാണ് ഇവിടെ പ്രാദേശിക നേതൃത്വം. അപ്പം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഷീജ ഷാജിയെയാണ് കാൻഡിഡേറ്റായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. ഷീജ ഷാജിയെ എൻ്റെ വാർഡിലെ അംഗങ്ങൾ, എന്നെ ശ്രവിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, നാളിതുവരെ എന്നെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എൻ്റെ 17ാം വാർഡിലെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരും ഈ ഒരു പ്രാവശ്യത്തേക്ക് നമുക്കൊന്ന് LDFനെ വിജയിപ്പിക്കാം. അപ്പം LDFന് എല്ലാവിധ വിജയാശംസകളും LDFൻ്റെ കാൻഡിഡേറ്റായ ഷീജ ഷാജിക്ക് എൻ്റെ വ്യക്തിപരമായ നേരിലും ഞാൻ നേർന്നുകൊള്ളുന്നു. ഇപ്പോൾ നിങ്ങളും പൂർണ്ണമായിട്ടും ഈ വീഡിയോ ഒന്ന് കേൾക്കാൻ സാധിക്കുന്നവർ അല്പം സമയമെടുത്ത് കേൾക്കുക. 17ാം വാർഡിൽ ഷീജ ഷാജിയെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ നിങ്ങൾ ഏവരും വിജയിപ്പിക്കണമേ എന്ന് താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. വ്യക്തിപരമായി എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ വാർഡിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ഈ ഗ്രൗണ്ട്, ഇവിടെ ഒരു ഒത്തിരി പറയാനുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ട്. ഇവിടെ ഒരു സ്റ്റേജ് തകർന്നു കിടക്കാനുണ്ട് കുറേ നാളുകളായി. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഈ വാർഡ് മെമ്പർക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളും അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് ചെയ്യാൻ മുന്നോട്ട് വരുന്നവരെ തടയുക, അതുപോലെ ഗുണ്ടായിസം കാണിക്കുക, മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളരാത്ത രീതിയിൽ ഗുണ്ടായിസം കാണിക്കുക, ഇതൊക്കെയാണ് ഇവിടെ നടന്നു വരുന്നത്. അപ്പോൾ ആയതിനാൽ ഞാൻ ചുരുക്കി ഒരിക്കൽ കൂടി ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുകയാണ്. എറണാകുളം ജില്ലയിൽ മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്തിൽ 17ാം വാർഡിൽ നിൽക്കുന്ന ഷീജ ഷാജി എന്ന കാൻഡിഡേറ്റിന് നിങ്ങളുടെ ഏവരെയും വിലയേറിയ സമ്മതിദാനങ്ങൾ നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ജസ്റ്റിൻ. താങ്ക് യു സോ മച്ച്.